ബ്ലോക്ക് വരാം. അപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകാം. പിന്നെ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ബാധിച്ചു കഴിയുമ്പോഴാണ് ഡബിൾ വിഷൻ വരുന്നത്. പിന്നെ ചിലപ്പോൾ ഡബിൾ വിഷൻ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് എഫക്റ്റഡ് ആകും. ഷുഗറിൻ്റെ ചികിത്സയെല്ലാം ഒത്തിരി പുരോഗമിച്ച് രോഗിയുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ഒത്തിരി മരുന്നുകളും ഇഞ്ചക്ഷൻസും എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ രോഗികൾ മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് നന്നായിട്ട് ജീവിക്കാം, അവരുടെ ആരോഗ്യം നന്നായിട്ട് കീപ്പ് ചെയ്യാനും പറ്റും. ഞാൻ ഡോക്ടർ മേരി എലിയസ്, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ, വിജയകുമാര മേനോൻ ഹോസ്പിറ്റൽ, തൃപ്പൂണിത്തുറ. ഡയബറ്റിക് പേഷ്യൻസിന് സ്ട്രോക്ക് ഇപ്പം നമ്മൾ രക്തക്കൊഴലുകളുടെ കാര്യം പറഞ്ഞല്ലോ, അതിപ്പോൾ അതുപോലെ തന്നെയാണ് ബ്രെയിനിലേക്കുള്ള രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് വരാം. അപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകാം. പിന്നെ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ബാധിച്ചു കഴിയുമ്പോഴാണ് ഡബിൾ വിഷൻ വരുന്നത്. പിന്നെ ചിലപ്പോൾ ഡബിൾ വിഷൻ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് എഫക്റ്റഡ് ആകും. പിന്നെ ഈ ബ്രെയിനിലെ മറ്റ് നെർവ്സ് എന്ന് പറയും, അതായത് ബ്രെയിനിലേക്കുള്ള ക്രേനിയൽ നെർവ്സ്, അപ്പോൾ അതിനൊക്കെ തളർച്ച, വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്വാലോ ചെയ്യുന്നത്, ഭക്ഷണം വിഴുങ്ങുന്നത് ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൂക്കിക്കൂടെ വരിക. ഇതൊക്കെ റെയറാണെങ്കിലും കോമൺ ആയിട്ട് റെയറാണെങ്കിലും കാണുന്ന അസുഖങ്ങളാണ്. ഷുഗർ പേഷ്യൻറ്റിലുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മളൊക്കെ പഠിക്കുന്നതും കാണുന്നതുമാണ്. പിന്നെ സ്ട്രോക്ക് സാധാരണ പോലെ, പക്ഷേ ഡയബറ്റിക് ആണെങ്കിൽ ആ പേഷ്യൻറ്റ് സ്ട്രോക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലെന്നതുപോലെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഡയബറ്റിക് പ്രമേഹ രോഗികൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം അവർക്ക് അതിൻ്റെ കൂടെ ഹാർട്ട് പ്രഷർ ഉണ്ടാകും, പിന്നെ കൊളസ്ട്രോൾ ഉണ്ടാകും. കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ കൂടി ഞാൻ പറയും പ്രമേഹ രോഗികൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കണം എന്നാണ് പുതിയ തീരുമാനങ്ങളൊക്കെ. ബിക്കോസ് അത്രയ്ക്കാണ് അവരുടെ റിസ്ക്. ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ്, അറ്റാക്ക് വരാതിരിക്കാൻ, സ്ട്രോക്ക് വരാതിരിക്കാൻ. പിന്നെ പ്രമേഹ രോഗികൾക്ക് പ്രഷർ എപ്പോഴും ഒരു 130-90 അതിലൊക്കെ, അല്ലെങ്കിൽ 130-80 നിൽക്കുകയാണ് നല്ലത്. അപ്പോൾ മരുന്ന് കഴിക്കാൻ പറയുമ്പോൾ ഈ മടി കാണിക്കുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അറിയാത്തത് കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞാൽ അത് കേൾക്കുക എന്നുള്ളതും, മരുന്ന് കഴിക്കാൻ, ഷുഗർ കൺട്രോളിൽ പോവുക, പ്രഷർ കൺട്രോളിൽ പോവുക, കൊളസ്ട്രോൾ കൺട്രോളിൽ പോവുക. ഒരു 3 മാസത്തിലോ 4-5 മാസം കൂടുമ്പോഴാണെങ്കിൽ കൂടി ഒരു HbA1c നോക്കി അതൊരു ബിറ്റ്വീൻ 6.5 and 7 ഇടയിൽ കീപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നല്ല കൺട്രോളുള്ളൊരു പേഷ്യൻറ്റ്. ഫാസ്റ്റിംഗ് ഷുഗർ ഒരു 100-130 ഇടയിൽ വയ്ക്കാം. ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഷുഗർ ഒരു 150-180 ഇടയിൽ കീപ്പ് ചെയ്യാം. ഇത് 3 ആണെങ്കിൽ ഷുഗർ നല്ല കൺട്രോളിലാണ്. അല്ല ഇപ്പോൾ ചില പേഷ്യൻസ് ഉണ്ട് ഒരു കൺട്രോളും ഉണ്ടാവില്ല. ഡോക്ടറുടെ അടുത്ത് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഭക്ഷണമൊക്കെ നല്ലോണം കൺട്രോൾ ചെയ്ത് ഫാസ്റ്റിംഗ് ഷുഗർ നോർമൽ, ഭക്ഷണം കഴിച്ചിട്ടുള്ള ഷുഗർ നല്ല നോർമൽ. മറ്റേ HbA1c നോക്കുമ്പോൾ അത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഡോക്ടർക്ക് തന്നെ അറിയില്ല എപ്പോഴാണ് ഡോസ് കൂട്ടേണ്ടതെന്ന്. കാരണം ഫാസ്റ്റിംഗ് 100, ഭക്ഷണം കഴിച്ചിട്ടുള്ളത് 150, പക്ഷേ HbA1c നോക്കുമ്പോൾ 10 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡോക്ടർമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് നോർമൽ റിസൾട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡോക്ടർക്കും ബുദ്ധിമുട്ടാണ്. ഡോസ് കൂട്ടാൻ ഫാസ്റ്റിങ്ങിൻ്റെ നോർമലാണ്. അപ്പോൾ രാത്രിയിൽ ഡോസ് കൂട്ടിയ ഷുഗർ കുറഞ്ഞു പോകുമെന്ന് വിചാരിക്കും. ഭക്ഷണം കഴിഞ്ഞിട്ടുള്ളത് നല്ല കറക്റ്റാണ്. അപ്പോൾ പിന്നെ രാവിലത്തെ ഡോസ് കൂട്ടി അപ്പോൾ ഷുഗർ കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഡോക്ടർക്ക് വേണ്ടിയിട്ട് ആരും ഭക്ഷണം കൺട്രോൾ ചെയ്ത് നല്ല റിപ്പോർട്ട് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഡോക്ടർക്ക് അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് നമുക്ക് വിയർപ്പ്, തലകറങ്ങണോ, വല്ലാതൊരു വിശപ്പ്, ഉള്ളിൽ കിടന്നൊരു വെപ്രാളം, പല പേഷ്യൻസിനും പല മാതിരിയാണ്. ചിലർക്ക് ഭയങ്കര സ്വെറ്റിങ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നുകയാണെങ്കിൽ ഉടനെ മുൻകരുതലായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മധുരങ്ങൾ വേണം, മിഠായിയോ മധുരമുള്ള ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും സംശയം തോന്നി അത് ഉടനെ കഴിച്ചു കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഷുഗർ കുറഞ്ഞു പോയതാണെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ ഡോസ് കുറച്ച് തരും. പക്ഷേ രോഗി വിചാരിക്കാതെ ഒരിക്കലും ഒരു ഷുഗർ പേഷ്യൻ്റെ കൺട്രോൾ നമുക്ക് പറ്റില്ല. നമ്മൾ ഡോക്ടറെ എത്ര സമയമെടുത്ത് പറഞ്ഞു കൊടുത്താലും അവരത് അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇൻസുലിൻ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കേണ്ട സമയത്തെ ഡോക്ടർമാർ പറയുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഒരു ഡയബറ്റിക് പേഷ്യൻ്റെ അടുത്ത് ആരും ഇൻസുലിൻ എടുക്കാൻ പറയില്ല. ചിലപ്പോൾ 5-10 വർഷം കഴിഞ്ഞ് 3-4-5 ഗുളിക കഴിച്ചിട്ടും ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗിയോടാണ് ഇൻസുലിൻ എടുക്കാൻ പറയുന്നത്. അപ്പോൾ അത് അവർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇൻസുലിൻ എടുത്തതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ വേറെ ചില ആൾക്കാരുണ്ടാകും ചിലപ്പോൾ ആദ്യമേ തന്നെ അവർക്ക് ഇൻസുലിൻ മതി, ഇൻസുലിനാണ് നല്ലത്, ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഗുളികയ്ക്ക് ഗുളികയുടെ റോളുണ്ട്. ഇൻസുലിൻ എടുക്കേണ്ട സമയത്ത് ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ന് എത്രയോ നല്ല ഗുളികകളുണ്ട്, പലതരം മരുന്നുകളുണ്ട് ഷുഗറിന്. പണ്ടൊക്കെ ആണെങ്കിൽ ആകെ 2 തരം ഗുളികകളേ ഉള്ളൂ. ഇപ്പോൾ
ഇപ്പോൾ വണ്ണമുള്ളവർക്കാണെങ്കിൽ വെയിറ്റ് കുറയാവുന്ന മരുന്നുകളുണ്ട്. പിന്നെ ഇപ്പോൾ തീരെ മെലിഞ്ഞ ഒരാൾക്ക് വണ്ണം കൂടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഗുളികയുണ്ട് ഷുഗറിന്. പിന്നെ ഇൻസുലിൻ തന്നെ ഇപ്പോൾ വളരെ പുതിയതായിട്ട് ആഴ്ചയിലൊരിക്കൽ എടുക്കാവുന്നതുണ്ട്. ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് എടുക്കുന്നത് പഴയ ഇൻസുലിൻ. പിന്നെ ഇപ്പോൾ ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് ഉടനെ എടുക്കാവുന്ന, അങ്ങനെ ഒത്തിരി ഷുഗറിൻ്റെ ചികിത്സയെല്ലാം ഒത്തിരി പുരോഗമിച്ച് രോഗിയുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ഒത്തിരി മരുന്നുകളും ഇഞ്ചക്ഷൻസും എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ രോഗികൾ മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് നന്നായിട്ട് ജീവിക്കാം, അവരുടെ ആരോഗ്യം നന്നായിട്ട് കീപ്പ് ചെയ്യാനും പറ്റും. ഷുഗർ വരാൻ സാധ്യതയുള്ളവർ പറഞ്ഞല്ലോ, ഒന്ന് മാതാപിതാക്കൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. പിന്നെ അടുത്ത ഗ്രൂപ്പ് ഇതാണ്. അതാ പണ്ട് പാരമ്പര്യ രോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവരുടെ ജീവിത രീതി മാറ്റാണ്ട് ഒരു നിവൃത്തിയില്ല. അവരുടെ ഭക്ഷണ രീതികൾ, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നു. പിന്നെ വ്യായാമക്കുറവ്. ഇപ്പോൾ ദിവസവും ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂർ, ചെറുപ്പക്കാരാണല്ലോ, അവർക്ക് 1 മണിക്കൂർ നടക്കണേനോ ഓടണേനൊന്നും ഒരു കുഴപ്പമില്ല, അത് നടക്കുക. പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ ചെറുപ്പക്കാരാണ്, ആഗ്രഹം കാണും, അപ്പോൾ വല്ലപ്പോഴെങ്ങാനും ഒന്ന് കഴിക്കാമെന്നുള്ളതല്ലാണ്ട് ഡെയിലി ഇങ്ങനത്തെ ഫുഡുകൾ കഴിച്ച് സ്നാക്സ് ആണെങ്കിലും പിന്നെ ഇപ്പോഴത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് മാക്ഡൊണാൾഡോ ഫാസ്റ്റ് ഫുഡുകളിലേക്കില്ല, അതൊക്കെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ വല്ലപ്പോഴും കഴിക്കട്ടെ. കാരണം നമുക്കിപ്പോൾ ആരോടും കഴിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. പിള്ളേരാണ്, അവർക്ക് ആഗ്രഹം കാണും. പക്ഷേ അത് റുട്ടീനായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആകെ അവരുടെ ആരോഗ്യത്തെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ്. അങ്ങനെയുള്ള പിള്ളേരുടെ കൊളസ്ട്രോളൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ഒത്തിരി കൂടുതലായിരിക്കും അങ്ങനെയുള്ള പിള്ളേരുടെ. പിന്നെ ഭക്ഷണത്തിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ നല്ലോണം ആഡ് ചെയ്യണം. വെള്ളം നന്നായി കുടിക്കണം. ഉറക്കം ആവശ്യമാണ്. ഈ ഇപ്പോഴത്തെ നമ്മുടെ തലമുറയ്ക്ക് ഉറക്കം എല്ലാം വളരെ ഓഡ് ടൈമിലാണല്ലോ, ഒത്തിരി ലേറ്റായിട്ട് കിടക്കും, രാവിലെ ഒത്തിരി വൈകും. അപ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ സമയക്രമങ്ങളെല്ലാം മാറുകയാണ്. പണ്ടത്തെ പോലെയുള്ള ടൈം കീപ്പ് ചെയ്യലൊന്നുമില്ല. പക്ഷേ ഒരു ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആർക്കും ടൈം ടേബിൾ പോലെ പറ്റില്ലെങ്കിലും ½ ആൻ അവർ അല്ലെങ്കിൽ 1 അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ ഒത്തിരി വൈകി കഴിഞ്ഞാൽ ഷുഗറിങ്ങനെ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും, പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിൽ. ചിലപ്പോൾ അങ്ങ് പെട്ടെന്ന് താന്നു പോകും, ചിലപ്പോൾ പെട്ടെന്ന് കൂടിപ്പോകും. ഇപ്പോൾ യുവതലമുറയോട് പറയാനുള്ളത്, അവർ ചെറുപ്പത്തിലെന്നല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 വയസ്സ് തൊട്ട് അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കത് വരാതിരിക്കാൻ നോക്കും. ഇപ്പോൾ പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് മോണിറ്റർ ചെയ്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭക്ഷണം ശ്രദ്ധിച്ചു, വ്യായാമം ചെയ്തു, 6 മാസത്തിലൊരിക്കൊന്ന് ഷുഗർ നോക്കി അല്ലെങ്കിൽ കൊളസ്ട്രോൾ നോക്കി, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഈ കുട്ടിക്ക് പിന്നീട് വരാൻ സാധ്യതയുണ്ടോ. അപ്പോൾ സാധ്യതയുണ്ടെങ്കിൽ അവരപ്പോൾ ഒന്നും കൂടെ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണത് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് മരുന്ന് കഴിച്ചാൽ മതിയായിരിക്കും. അതേസമയം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷത്തിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് അറിയാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് നമുക്കത് പ്രിവെൻഷന് ഏറ്റവും അധികം പറ്റുള്ളൂ. പിന്നെ ചിലപ്പോൾ 6.4 എന്നൊക്കെ പറഞ്ഞാൽ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് മാസം, ഒരു 3-6 മാസം മരുന്ന് കഴിച്ചപ്പോൾ HbA1c 5.8 6 എന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നില്ലാതെ ഭക്ഷണ കൺട്രോളിലും വ്യായാമത്തിൽ കൂടെ തന്നെ പോകാൻ പറ്റും. ഇതിനെല്ലാം ഒരു മനസ്സ് വേണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പുതിയ മരുന്നുകൾ ഒത്തിരി ഉണ്ട്, നമ്മൾ ടാബ്ലറ്റ്സ്, ഗുളികകൾ. അപ്പോൾ ഗുളികകൾ തന്നെ നമ്മുടെ ഡോക്ടർക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഷുഗർ കൺട്രോളിലല്ലെങ്കിൽ അവരതിൻ്റെ ഡോസ് കൂട്ടും. ഷുഗർ കുറഞ്ഞിപ്പോൾ പല പ്രാവശ്യം കുറഞ്ഞിപ്പോൾ 1-2 പ്രാവശ്യം കുറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഡോസ് കുറയ്ക്കും. പക്ഷേ ഡോസ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നോക്കണം. കാരണം ആ കുറഞ്ഞ ഡോസിൽ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 മാസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഷുഗർ കൂടുതലായിരിക്കും. അപ്പോൾ ഡോസിൽ ചേഞ്ച് വന്നാൽ എപ്പോഴും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് രോഗിക്ക് ഷുഗർ കുറഞ്ഞു പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതാണ്. പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും, പെട്ടെന്ന് ക്ഷീണം, വിയർപ്പ്, പരവശം, ഇതൊക്കെ കൂടുന്നതിന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. രോഗലക്ഷണങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഭയങ്കര 400-500 ചെന്ന് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ക്ഷീണം, എപ്പോഴും ഉറക്കം, അതൊക്കെയാണ് ഷുഗർ കൂടിപ്പോകുമ്പോഴുള്ളത്. രോഗിക്ക് ഒരിക്കലും ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് ഓൺലി തിങ് അവർക്ക് ചെയ്യാവുന്നതാണ്. കുറഞ്ഞു പോയാൽ പിന്നെ അവരുടെ ഡോസ് അവർ കഴിക്കണ്ടെന്ന് വെക്കണം, അടുത്ത ദിവസം ഡോക്ടറെ പോയി കാണാം. തന്നെ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഷുഗറിൽ ഒരിക്കലും ശരിയാവില്ല. അത് ചില പേഷ്യൻസിൻ്റെ ഡോക്ടർമാരെ വർഷങ്ങൾ ചിലപ്പോൾ കാണാതിരിക്കുക, കിട്ടിയ മരുന്ന് തന്നെ, ഫസ്റ്റ് കൊടുത്ത മരുന്ന് തന്നെ വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇടയ്ക്ക് അവർ തന്നെ നോക്കും, പക്ഷേ ബാക്കി അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കില്ല. അവർ കിഡ്നി ഫംഗ്ഷൻ നോക്കില്ല, യൂറിൻ നോക്കില്ല, അല്ലെങ്കിൽ കൊളസ്ട്രോൾ നോക്കില്ല. അപ്പോൾ അതൊക്കെ പിന്നീട് വരുമ്പോൾ പിന്നീട് വരുമ്പോഴായിരിക്കും അവരുടെ ചിലപ്പോൾ കിഡ്നി ഫംഗ്ഷൻ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും, അവരുടെ കൊളസ്ട്രോൾ ഹൈ ആയിരിക്കും. അപ്പോൾ റെഗുലർ ചെക്കപ്പ് എപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത്, എല്ലാ മാസവും നമ്മൾ പോകേണ്ട കാര്യമില്ല. നല്ലോണം കൺട്രോൾ ചെയ്യുന്ന ഒരു പേഷ്യൻ്റാണ് എന്നെങ്കിൽ നമുക്കൊരു 3 മാസം 5 മാസം കൂടുമ്പോൾ ഒരു നമ്മുടെ ഡോക്ടറെ കണ്ടാൽ മതി. കാരണം ഡോക്ടർക്ക് അറിയാം ആ പേഷ്യൻ്റ് നല്ല കൺട്രോളിലുള്ളൊരു പേഷ്യൻ്റാണെന്ന്. അതേസമയം എപ്പോഴും ഫ്ലക്ച്വേഷൻ 300-400 ഉള്ള പേഷ്യൻ്റോട് നമുക്ക് 3 മാസം കഴിഞ്ഞ് പറയാൻ പറ്റില്ല.
പിന്നെ ഇൻസുലിൻ ആഡ് ചെയ്യണത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഗുളികയിൽ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ, പിന്നെ സൈഡ് അത് കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, കിഡ്നി പേഷ്യൻ്റാണ്, അപ്പോഴൊക്കെ ഇൻസുലിൻ ആയിരിക്കും കുറച്ചുകൂടെ എപ്പോഴും ബെറ്റർ. എന്ന് വെച്ചാൽ ഇൻസുലിൻ മാത്രമല്ല, ഇൻസുലിൻ അതിൻ്റെ കൂടെ നമ്മൾ ഗുളികകളും കൊടുക്കും. അപ്പോൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഗുളികയുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അതിപ്പോൾ ചിലപ്പോൾ ചില ഇൻസുലിനുണ്ട് രാത്രി 10 മണിക്ക് എടുക്കുന്ന ഇൻസുലിനുണ്ട്, ചിലത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് എടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഷുഗറിൻ്റെ അളവനുസരിച്ചിട്ടാണ് നമ്മൾ രാവിലെ മാത്രം വേണോ 2 നേരം വേണോ, ചിലപ്പോൾ രാത്രി 2 ഡോസ് എടുക്കും, ഒന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എടുക്കും, രാത്രി ഭക്ഷണത്തിന് മുമ്പ് എടുക്കും. അതൊക്കെ ഓരോ വ്യക്തിയും ഡിഫറെൻ്റാണ്, ഓരോ പേഴ്സണും ഡിഫറെൻ്റാണ്. നമുക്ക് ഒരു ജനറലൈസ് ആയിട്ട് എല്ലാവർക്കും ഇങ്ങനെ ചികിത്സിക്കാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോ രോഗിയുടെയും ഇതനുസരിച്ചിട്ടാണ് എല്ലാ ഡോക്ടർമാരും ചികിത്സിക്കുക. ഷുഗർ പേഷ്യൻസിൽ ഇപ്പോൾ ഈ ഉദാഹരണശേഷി അത് ചില മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ഇഫക്റ്റീവായിട്ടൊന്നുമില്ല. ബിക്കോസ് ആ മരുന്നിനും അതിൻ്റേതായ സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും കൊടുക്കില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വന്നാൽ ഞാൻ ചിലപ്പോൾ യൂറോളജിസ്റ്റിനെ കാണാൻ പറയുകയുള്ളൂ. കാരണം നമുക്കും അവർക്ക് ഇപ്പോൾ ഷുഗറുള്ളൊരു പേഷ്യൻ്റ് മിക്കവാറും പ്രഷർ ഉണ്ടാകും, ചിലപ്പോൾ ഹാർട്ടിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് കൊടുക്കാവുന്ന സേഫായിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്നല്ല നമുക്ക് മാർക്കറ്റിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൊടുക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇപ്പോൾ അതിൻ്റേതായ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഇപ്പോൾ സെക്ഷൽ ഡിസ്ഫങ്ഷൻ മാത്രമായിട്ടും എൻഡോക്രൈനോളജിസ്റ്റുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് അത് പിന്നെ നമ്മളങ്ങനെ ഫിസിഷ്യൻ്റെ ലെവലിൽ നമ്മൾ അത്രയും നോക്കാറില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എൻഡോക്രൈനോളജിസ്റ്റിനെ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ യൂറോളജിസ്റ്റിനെ റെഫർ ചെയ്യാം. പക്ഷേ ഡ്രഗ്സ് അത്ര ഇഫക്റ്റീവായിട്ടുള്ളതൊന്നും എൻ്റെ അറിവിലില്ല. ഭക്ഷണ കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡിൽ നിന്ന് അങ്ങ് ജനറലൈസ് പറഞ്ഞാലും ബേക്കറി പ്രോഡക്റ്റ്സ്, ബേക്കറി പദാർത്ഥങ്ങളൊക്കെ കഴിച്ചാൽ നമ്മളുടെ കൊളസ്ട്രോൾ കൂടും, ഷുഗർ കൂടും. ഇപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ തന്നെ അറിയാം, പണ്ട് നമ്മളുടെ ടൗണിൽ ആകെ 2-3 ബേക്കറികളായിരിക്കും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് 10-15 ആയി. ഇപ്പോൾ ഒരു ജംഗ്ഷനിൽ തന്നെ 3-4 ബേക്കറികളുണ്ട്. അപ്പോൾ അത്രയ്ക്കുണ്ട് അതിൻ്റെ ഉപയോഗം. ബേക്കറികൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ ആൾക്കാരത് വാങ്ങിക്കാനുണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ. പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മക്കളുടെയൊക്കെ ആരോഗ്യം കളയുന്നൊരു സംഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർ വരെ ഇത് വാങ്ങിച്ച് കഴിക്കും. പക്ഷേ നമ്മൾ എത്ര കഴിക്കുന്നോ അത്രയും നമ്മുടെ ഷുഗർ കൂടാനും കൊളസ്ട്രോൾ കൂടാനുമുള്ള അമിതമായ വണ്ണം, പ്രത്യേകിച്ച് നമ്മുടെ വയറിൽ ഫാറ്റ് വന്നിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. നമുക്ക് ഇന്ത്യൻസിന് അത് കൂടുതലാണ് വയറിൽ. ഇപ്പോൾ കൈക്കും കാലിനൊന്നും വണ്ണമില്ലെങ്കിലും നമ്മുടെ വയറിലാണ് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ഈ വയറിൽ ഫാറ്റ് കൂടുന്നത് തന്നെ ഒരു അബ്ഡോമിനൽ ഒബീസിറ്റി എന്ന് പറയും. അത് തന്നെ ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ വരുത്താവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ വൈകിയുള്ള ഭക്ഷണം, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ 7-8 മണിക്ക് ഭക്ഷണം കഴിച്ച് 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കിടക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം മിക്കവാറും 11 മണി 11:30 അത് കഴിച്ച് നേരെ പോയി കിടക്കുകയാണ് ചെയ്യുന്നത്. പലരും രാത്രിയായിരിക്കും ഏറ്റവും ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. അതെല്ലാം ആരോഗ്യത്തിനും ഷുഗറിനും കൊളസ്ട്രോളിനും എല്ലാം വിരുദ്ധമാണ്. നമ്മൾ എത്ര നേരത്തെ രാത്രി ഭക്ഷണം കഴിക്കുന്നോ അത് നമ്മുടെ ഡൈജഷന് നല്ലത്, വയറിന് നല്ലത്, എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയുടെ കാര്യം നമുക്കറിയാം. അവർ ഉറങ്ങണത് ചിലപ്പോൾ 2 മണിക്കായിരിക്കും, രാത്രി ഭക്ഷണം കഴിക്കുന്നത് 11 മണിക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.